ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേ സ്പെഷ്യൽ വ്ളോഗൊന്നുമല്ല, ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ രാവിലെ ടൈം ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ എഴുന്നേറ്റിട്ട്, അത് കാരണമാണ് എഴുന്നേൽക്കാത്തത്. പിന്നെ എനിക്ക് സൺഡേ മൺഡേ ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ, എല്ലാ ദിവസവും ഈ ഒരു ടൈമൊക്കെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ മക്കളും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ദേ ഒരാൾ ആ ഭാഗത്തും കിടക്കുന്നുണ്ട്, ഒരാൾ ഈ ഭാഗത്തും കിടക്കുന്നുണ്ട് കേട്ടോ. അച്ഛട്ടൻ സ്കൂളില്ലാത്ത ദിവസമൊക്കെ പിന്നെയും കുറച്ച് നേരം കിടന്നുറങ്ങും. കിച്ചുടന് പിന്നെ എല്ലാ ദിവസവും കിച്ചുടൻ പിന്നെ കുറച്ച് നേരം വൈകിട്ട് തന്നെ എഴുന്നേൽക്കുള്ളൂ കേട്ടോ. അവൻ്റെ ഉറക്കം മതിയായിട്ട് എഴുന്നേറ്റാൽ അവനൊരു വാശി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേ രണ്ടുപേരും ഉറങ്ങുകയാണ്. അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങൾ കാണാം. ഞാനിപ്പോൾ അതേ അച്ചുട്ടിനെയും കിച്ചുടിനെയും കൊണ്ട് മുടി വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് വരെ രണ്ടാളും മുടി വെട്ടാൻ കൊണ്ടുവന്നത് ഒന്നില്ലെങ്കിൽ ഏട്ടനോ അല്ലെങ്കിൽ അച്ഛനോ ആണ് കേട്ടോ. ഇപ്രാവശ്യം രണ്ടാളും ഇല്ലാത്ത കാരണം ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ മക്കളുടെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുട്ടിനേക്കാൾ മുടി വളർന്നിട്ട് നമ്മുടെ കിച്ചുട്ടനായിരുന്നു, കണ്ണിലേക്കൊക്കെ എത്താൻ തുടങ്ങി. അപ്പോൾ ശരി, രണ്ടാളുടെയും മുടി കൊണ്ടുപോയിട്ട് വെട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അച്ചുട്ടിനാണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റൈൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് മുടി വെട്ടുന്നതിൻ്റെ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ കേട്ട് ഒരു ഇത് പറഞ്ഞു കൊടുത്തുട്ടോ ആൾക്ക്. അപ്പോൾ ആൾ അതിനനുസരിച്ച് ഇതേ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചുട്ടൻ ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇവനെയും കൊണ്ട് മുടി വെട്ടാൻ വരുന്ന സമയത്ത് ആൾ ഭയങ്കര കരച്ചിലൊക്കെ ഇരുന്ന് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതേ ആൾ നല്ല കൂളായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ തന്നെ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചെസ് നമ്പർ 2 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ നമ്മുടെ കിച്ചുടനാണ് പോയിട്ടിരിക്കുന്നത്. അവനും ഈ പറഞ്ഞ പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും മടിയിലിരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആളിതേ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടങ്ങി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ അച്ചുടിനെ വെട്ടിയ പോലെ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രയ്ക്കില്ല, എന്നാലും അവൻ്റെ മുടിക്കനുസരിച്ചിട്ട് വെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളിനെ ഞാനപ്പോൾ കുളിപ്പിക്കാതെ എന്നിട്ട് മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും മുടി വെട്ടിക്കാൻ നമ്മൾ വീട്ടിൽ പോയിട്ട് വീണ്ടും കുളിപ്പിക്കണ്ടേ. അപ്പം എന്നാൽ ശരി, ഇനി മുടി വെട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കിച്ചുവിൻ്റെ മുടിയൊക്കെ വെട്ടി കഴിയാറായിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിൻ്റെ ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ എടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ചുട്ട് എന്തേ മുന്നേ പോകുന്നുണ്ട് കേട്ടോ. ആൾ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവൻ്റെ ഒപ്പം നടന്ന് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തിയത് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അതുവരെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തിയതും നല്ല ഇരുട്ടടച്ചിട്ടാണ് കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുടയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ മഴ പെയ്തത്. അത് തന്നെ ഒരു ഭാഗ്യം. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ മഴ പെയ്യുന്നതൊക്കെ. ഞാനപ്പോൾ അതേ ഉമ്മർത്ത് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞായറാഴ്ചയായിട്ട് എൻ്റെ വീട്ടിൽ സ്പെഷ്യൽ എന്താ നിങ്ങൾക്ക് കാണണ്ടേ? ചോറും പിന്നെ പുളിയും പിന്നെ നല്ല സ്രാവ് വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് തന്നെ ഉണ്ടെങ്കിൽ ചോറ് കുറേ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഞാൻ സ്രാവും ആ പുളിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനും മക്കളും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ വീടിൻ്റെ അവിടെയാണ്, ഒരു കുടിയിരിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡ് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഇട്ടപ്പോൾ. നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ അതേ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഏത് ഗിഫ്റ്റാണ് വാങ്ങേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗിഫ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ആദിയോഗിയുടെ ഒരു ക്ലോക്കായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കഥകളിയുടെ ഒരു ക്ലോക്ക് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാ വാങ്ങേണ്ടതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഇത് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ തലയാട്ടണം കാണാൻ വേണ്ടിയിട്ട്. ഇതിനെന്താ പറയുക, സോളാർ ബുദ്ധ അതിനെന്തായിട്ടാണ് പറയാൻ തോന്നുന്നു. അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചുടെ പറയുന്നത് ഒന്ന് ഏട്ടനും ഒന്ന് കിച്ചുനാണെന്നാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഈ ആട്ടം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടിയിൽ കയറി. അപ്പോൾ കിച്ചൂട്ടൻ എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മാമയുടെ വണ്ടിയിലാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ അച്ചൂട്ടനും അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടാൾക്ക് ഞാൻ ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പൂരത്തിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു, ഞങ്ങളുടെ അടുത്ത പൂരത്തിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മ ദേ ഭയങ്കരമായിട്ട് ഫോണിലാണ് ഗെയ്സ്. അപ്പോൾ ഞാനും കിച്ചൂട്ടനും കൂടിയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചൂട്ടിൻ്റെ ചിരിയൊക്കെ വരുന്നുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കുടിയിരിപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് വീട്, ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളിൽ കയറി വീടൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങായിരുന്നു കേട്ടോ.
അങ്ങനെ ഗൈസ് ഞാൻ അവസാനം എൻ്റെ വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇങ്ങനെ ഒരു വർത്തനം പറയുന്നത്? വേറൊന്നുമല്ല ഗൈസ്, വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഇവിടുന്നോ ഇത്രയും വണ്ടികൾ വരുന്നതെന്ന് വിചാരിക്കും. അതിൽ ബ്ലോക്കായിരുന്നു റോഡ് മൊത്തം. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട്. അച്ഛയുടെ പിന്നെ വന്നതും ഡ്രസ്സൊക്കെ ഊരിയിട്ട് ദേ അവൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരാൾ ദേ കട്ടുമ്പോൾ കിടന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മെയിനായിട്ട് കാണുന്ന സീരിയൽ സീ കേരളത്തിലത്തെ സീരിയലുകളാണ് കേട്ടോ. അടിപൊളി സീരിയലുകളാണ് സീ കേരളത്തിലുള്ളത്. അപ്പോൾ അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഗൈസ്, ഒരു കുഞ്ഞൊരു വ്ളോഗാണ്, ഞായറാഴ്ച വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.